ദശകം 18 പൃഥുചരിതം വൃത്തം പ്രഹർഷിണി. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനിസുതഃ സവേന നാമ തദ്ധോഷാ വ്യധിതമതിഃ സ രാജവര്യഃ തത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. ധ്രുവന്റെ കുലത്തിൽ ജനിച്ചവനും വർദ്ധിച്ച കീർത്തിയോടുകൂടിയവനുമായ അംഗൻ എന്ന രാജാവിന് വേനൻ എന്നു പേരായ ഒരു പുത്രൻ ജനിച്ചു. പുത്രൻ്റെ ദുർഗുണപരമായ സ്വഭാവം കാരണം വേദനിച്ച മനസ്സോടുകൂടിയവനായ ആ രാജശ്രേഷ്ഠൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ മനസ്സർപ്പിച്ചവനായിട്ട് രാജധാനി വിട്ട് വനത്തിലേക്ക് പോയി. പാപോപി ക്ഷിതിതലപാലനായ വേനഃ പൗരാദ്യൈ ഉപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാനന്യം ഞരൗത്സീത്. ദുസ്സഹമായ പ്രതാപത്തോടുകൂടിയ വേനൻ ദുഷ്ടനായിരുന്നുവെങ്കിലും ഭൂമി പരിപാലനത്തിനായി പൗരന്മാരാൽ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടവനായി എല്ലാവരോടും സ്വന്തം കയ്യൂക്കിനെ തന്നെ നന്നായി പ്രശംസിച്ചുകൊണ്ട് ഭൂമണ്ഡലത്തിൽ അങ്ങയുടെ ആരാധനാകർമ്മങ്ങളെ അവൻ നിരോധിച്ചു. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപദർന കശ്ചനേതി ത്വന്നിന്ദാ വചനപരോ മുനീശ്വരസ്തൈഃ ശാപാഘ്നൗ ശലഭദശാമനായി വേനഃ. മഹർഷിമാരുടെ സംഘം ഹിതം പറയുവാനായി വന്നു ചേർന്നപ്പോൾ ഞാനൊഴികെ ഭുവനനാഥനായി ആരും ഇല്ല എന്നിങ്ങനെ അങ്ങയെപ്പോലും നിന്ദിച്ചു പറയുവാൻ പുറപ്പെട്ട വേനനാകട്ടെ ആ മഹർഷിവര്യന്മാരാൽ ശാപമാകുന്ന അഗ്നിയിൽ പാറ്റയുടെ സ്ഥിതിയെ നയിക്കപ്പെട്ടു. തന്നാശാദ് ഗലജനഭീരുകേർമുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഗേ പരിമധിതാധോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമധിതേ ത്വമാവിരാസീഃ. അവൻ്റെ വിനാശം നിമിത്തം ദുർജനങ്ങളെ ശത്രുക്കളെ ഭയപ്പെട്ടവരായ മുനീന്ദ്രന്മാരാൽ അനന്തരം അവൻ്റെ മാതാവിനാൽ കേടുകൂടാതെ രക്ഷിക്കപ്പെട്ട അവൻ്റെ ശരീരത്തിൽ കടയപ്പെട്ട തുടയുടെ ഭാഗത്തുനിന്ന് പാപഭാഗം ത്യജിക്കപ്പെട്ടതായ ശേഷം ബാഹു കടയപ്പെട്ടപ്പോൾ അങ്ങ് പൃഥുവിൻ്റെ രൂപത്തിൽ ആവിർഭവിച്ചു. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യഃ വേനാർത്യ കബളിത സമ്പദം ദരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷീഃ. സുപ്രസിദ്ധനായ പൃഥു മഹാരാജാവെന്ന മഹർഷിമാരാൽ ഉപദേശിക്കപ്പെട്ട സ്തുതിപാഠകന്മാരാലും മറ്റും നന്നായി സ്തുതിക്കപ്പെട്ട് ഭാവി പരാക്രമത്തോടു കൂടിയവനായി വേനനിൽ നിന്നുണ്ടായ ഉപദ്രവം നിമിത്തം സമ്പത്തുക്കളെല്ലാം ഉള്ളിലേക്ക് വലിച്ചിട്ടുള്ള ഭൂമിയെ തൻ്റെ വില്ലുകൊണ്ട് ആക്രമിക്കപ്പെട്ടതാക്കി സമനിരപ്പാക്കി തീർത്തു. വില്ലിൻ്റെ കോടി കൊണ്ട് വിഷമനിലയിലുണ്ടായിരുന്ന ഭൂമിയെ സമനിലയിലുള്ളതാക്കി തീർത്തു. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനൂമദൂദുഹസ്ത്വം. അനന്തരം അങ്ങ് പശുവിൻ്റെ രൂപം ധരിച്ച ആ ഭൂമിയെ ഓരോരുത്തരുടെയും കുലത്തിലുള്ള പ്രധാനിയെ പശുക്കുട്ടിയായി കൽപ്പിക്കപ്പെട്ട ദേവന്മാർ മുതലായവരെ കൊണ്ടു അതതു വസ്തു കറന്നെടുക്കുവാൻ അനുയോജ്യമായ ഉത്തമ പാത്രങ്ങളിൽ അഭീഷ്ടങ്ങളായ അന്നം മുതലായ വസ്തുക്കളെ യഥേഷ്ടം കറന്നെടുത്തു. ആത്മാനം യജതി മഖേസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലു ശതമഖ ഏത്യനീജവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. അലയോ ഭഗവൻ, അങ്ങ് യജ്ഞങ്ങൾ കൊണ്ട് തന്നെത്താൻ ആരാധിച്ചു കൊണ്ടിരിക്കെ 100ാമത്തെ അശ്വമേധയാഗം ആരംഭിക്കപ്പെട്ട സമയത്ത് മാത്സര്യശീലമുള്ള ദേവേന്ദ്രൻ പാഷണ്ഡവേഷം ധരിച്ചവനായി വന്ന് യാഗാശ്വത്തെ അപഹരിച്ചിട്ട് അങ്ങയുടെ പുത്രനായ വിജിതാശ്വനിൽ നിന്ന് പരാജിതനായി ഭവിച്ചു.
പൃഥു മഹാരാജാവ് ഭഗവാന്റെ അംശമാകയാൽ ഗുരുവായൂരപ്പനെ തന്നെ പൃഥുവായി സങ്കല്പിച്ചിട്ടാണ് അങ്ങ് എന്ന സംബോധന ചെയ്യുന്നത്. യാഗം ചെയ്യുന്നത് മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചാണ്. ദേവേന്ദ്രം മുഹുരിതിവാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ വൃന്ദാനി കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധിരിഭുമക്ഷധാ സ്വയം സ്വം. ഇപ്രകാരം വീണ്ടും വീണ്ടും അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയ ദേവേന്ദ്രനെ ഋത്തിക്കുകളായ മഹർഷിമാരുടെ സംഘം വഹ്നിയിൽ ഹോമിക്കാൻ ഭാവിച്ചുകൊണ്ടിരിക്കെ ബ്രഹ്മാവ് സന്നിഹിതനായി ആ ഉദ്യമത്തിൽ നിന്ന് തടുത്ത അവസരത്തിലങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു രൂപം ധരിച്ച തന്നെ തന്നെ പ്രത്യക്ഷമായി കണ്ടു. തദ്ധത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കഥാഭിദേവാ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ഠാസനഗമുഖാൻ മുനീൻ പുരസ്താദ്. മഹാവിഷ്ണുവിനാൽ വരമായി കൊടുക്കപ്പെട്ട ഏകാന്ത ഭക്തിയെ ലഭിച്ചിട്ട് ഹേ ദേവ, അങ്ങൊരിക്കൽ ഗംഗാതീരത്തിൽ സ്ഥാനമുറപ്പിച്ചവനും സത്രത്തിൽ സന്നിഹിതരായിരുന്ന മുനി സമൂഹത്തിനോട് ഹിതങ്ങളായ ധർമാനുഷ്ഠാനങ്ങൾ ഉപദേശിച്ചവനുമായി മുന്നിലായി സനകാദികളായ മുനിപ്രവരന്മാരെ കണ്ടു. വിജ്ഞാനം സനകമുഖോദിതം ദധാനഃ സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താധൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയവാദഗേഹവാസിൻ. സനകാദികളാൽ ഉപദേശിക്കപ്പെട്ട ബ്രഹ്മജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നവനായ അങ്ങ് തപസ്സിനായി വനത്തിൽ പോയവനായിട്ട് തന്നെ രൂപമായ ബ്രഹ്മത്തെ പ്രാപിച്ചു. തുല്യമായി മറ്റൊന്നില്ലാത്ത പൃഥുരൂപം ധരിച്ച ഗുരുവായൂരിൽ വസിക്കുന്ന ഈശ്വര, എൻ്റെ വ്യാധി സമൂഹത്തെ വേഗത്തിൽ ശമിപ്പിക്കണമേ. ശ്രീഹരയേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.